വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അതും മാർക്കറ്റിൽ വളരെ വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് പറ്റിക്കപ്പെട്ടു പോയ ഒരു കഥയാണ് കേട്ടോ ഇന്ന് പറയുന്നത്. നാളെ നിങ്ങൾക്കാർക്കും ഇത് സംഭവിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇന്ന് മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഉപയോഗിക്കുന്നത് ന്യൂട്രജന അൾട്രാ ഷിയർ ഡ്രൈ ടച്ച് സൺബ്ലോക്ക് SPF 50+ ആണ്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ എൻ്റെ കയ്യിൽ തീർന്നു പോയപ്പോൾ ഞാനത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും ഇത് വാങ്ങാനായിട്ട് തീരുമാനിച്ചപ്പോൾ കാഞ്ഞങ്ങാട് നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് 80 ഗ്രാമിൻ്റെ ഒരു ട്യൂബായിരുന്നു കേട്ടോ. വീണ്ടും 80 ഗ്രാമിൻ്റെ തന്നെ ട്യൂബ് വാങ്ങാനായിരുന്നു ഉദ്ദേശിച്ചത്. അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചപ്പോൾ അവിടെ 80 ഗ്രാമിൻ്റെ പാക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അടുത്തുള്ള ഫാൻസി ഷോപ്പിൽ ചെന്നിട്ട്, കാഞ്ഞങ്ങാട് തന്നെയുള്ള ഫാൻസി ഷോപ്പാണ്, അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ന്യൂട്രജന സൺസ്ക്രീൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എനിക്ക് എടുത്തു തന്നത് ഈ 118 ml 118 ml ന്യൂട്രജന അൾട്രാ ഷിയർ സൺസ്ക്രീനാണ്. ഇത് വാങ്ങുമ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു 118 ml ഉണ്ടോ എന്നുള്ളത്. പക്ഷേ പുതിയ പാക്കിങ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി 118 ml പുതുതായി കമ്പനി ഇറക്കിയതാവും എന്ന് കരുതിയിട്ട് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങി. 80 ഗ്രാമിൻ്റെ ഞാൻ വാങ്ങിയ സമയത്ത് 600 സംതിങ് ആയിരുന്നു അതിൻ്റെ വിലയുണ്ടായിരുന്നത്. ഈ 118 ml 600 സംതിങ് തന്നെയാണ് അവരത് വാങ്ങിയത്, അതിൻ്റെ എമൗണ്ട്. അപ്പോഴും എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും വില കുറഞ്ഞതായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ച് പ്രൊഡക്റ്റ് വാങ്ങി വീട്ടിലെത്തി. പിറ്റേ ദിവസം ഞാനത് ഓപ്പൺ ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ടെക്സ്ചറിലും ആ ഒരു ട്യൂബിൻ്റെ ഭാഗത്തും ഒക്കെ എനിക്കൊരു വ്യത്യാസം തോന്നി. ടെക്സ്ചർ സാധാരണ ഒരു ലിക്വിഡ് ഫോമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കുറച്ചുകൂടെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഡൗട്ട് കൂടിക്കൂടി വന്നു. അങ്ങനെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് അവരുടെ പ്രൊഡക്റ്റ് 30 ml 80 ml മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഡൗട്ട് കൂടുതലായിട്ട് വന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സെയിം പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. അവൾ ഒരു മാസം മുന്നേ ആയിരുന്നു റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 80 ml 700 സംതിങ് രൂപയ്ക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോട്ടോയും കൂടെ അയക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പാക്കിൻ്റെ പുറത്ത് കണ്ട ടോൾ ഫ്രീ നമ്പർ നോക്കിയപ്പോൾ സെയിം ടോൾ ഫ്രീ നമ്പറാണ് 2 പാക്കിലും ഉണ്ടായിരുന്നത്. ഞാനതിൽ കോണ്ടാക്റ്റ് ചെയ്തു. എൻ്റെ ഡൗട്ട് ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ അവരാദ്യം തന്നെ പറഞ്ഞൊരു കാര്യം 80 ml പാക്കും 30 ml പാക്കും മാത്രമാണ് അവർ പുറത്തിറക്കുന്നത്. അവർ എന്നോട് ഫോട്ടോസ് അയക്കാൻ പറഞ്ഞു. മെയിൽ ID എനിക്ക് ഷെയർ ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ മെയിൽ വഴി ഫോട്ടോസ് അയച്ചു. എനിക്ക് കിട്ടിയ റിപ്ലൈ ഇങ്ങനെയായിരുന്നു കേട്ടോ. അവരുടെ ഉടമസ്ഥതയിലുള്ള ശിശു സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളുടെയും ഒരു അമേരിക്കൻ ബ്രാൻഡായ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടേതാണ് ന്യൂട്രജന എന്ന ഈ സൺസ്ക്രീൻ. എനിക്ക് അയച്ച മെയിലിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരുടെ പ്രോഡക്റ്റ് 30 ml 80 ml മാത്രമേ മാർക്കറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ന്യൂട്രജന പ്രൊഡക്ട്സ് നൈക്ക എന്ന പ്ലാറ്റ്ഫോമിലൂടെ മാത്രം പർച്ചേസ് ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിൽ കിട്ടിയത് ഫേക്ക് പ്രോഡക്റ്റ് ആണെന്നുള്ളതും അവർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കേസിൽ അവർക്ക് എന്നെ അസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഉപഭോക്തൃ കോടതിയിൽ പരാതി കൊടുക്കാനാണ് അവരാവശ്യപ്പെടുന്നത്. അങ്ങനെ ഞാൻ കേസിനൊന്നും പോകാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് ഈ പ്രൊഡക്റ്റുമായിട്ട് കാഞ്ഞങ്ങാട്ടുള്ള ഷോപ്പിലേക്ക് പോയി ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ കയ്യിൽ കിട്ടിയ ഈ പ്രോഡക്റ്റ് ഫേക്കാണ്. ആദ്യം അവരെന്നോട് ചെറുതായിട്ടൊന്ന് റേസായി, നിങ്ങളെന്താ പറയുന്നത് ഫേക്ക് പ്രോഡക്റ്റ് എന്നൊക്കെ, ഞങ്ങളിവിടെ ഒറിജിനൽ മാത്രമേ വെക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ തെളിവ് തരാം, നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അവിടെ സെയിൽസ്മാൻ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്, ഓണർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഓണറിനെ കോൺടാക്റ്റ് ചെയ്യട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓണറിനെ കോൾ ചെയ്തോടുന്ന് കുറച്ച് മാറി നിന്നിട്ടാണ് കേട്ടോ ഓണറിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഓണറിനെ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സോറി, ഒരബദ്ധം പറ്റിയതാണ്, അത് ഞങ്ങൾ ഓൺലൈനിൽ എടുത്ത പ്രൊഡക്റ്റാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ വേറെ പ്രൊഡക്റ്റ് എടുത്തോളാൻ. പക്ഷേ അവിടുന്ന് ഞാൻ എന്ത് പ്രൊഡക്റ്റാണ് എടുക്കുക വിശ്വസിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ പ്രൊഡക്റ്റ് വേണ്ട, എനിക്ക് റീഫണ്ട് ചെയ്ത് തന്നാൽ മതി. അപ്പോൾ വീണ്ടും ഒരു ചെറുതായിട്ടൊന്ന് അയാൾക്ക് ഒരു ഇഷ്ടക്കേട് പോലെ പ്രകടിപ്പിച്ചു. റീഫണ്ട് ചെയ്ത് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് റീഫണ്ട് ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെ തന്നേ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ വീണ്ടും അവർ ഓണറിനെ കോണ്ടാക്ട് ചെയ്തു. ഓണർ എത്രയും പെട്ടെന്ന് റീഫണ്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് റീഫണ്ട് കിട്ടി. പിന്നീട് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടാണ് കേട്ടോ, ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റ്, ന്യൂട്രിജനയുടെ സൺസ്ക്രീൻ. ഇതാണ് ഒറിജിനൽ പ്രോഡക്റ്റ്. പിന്നെ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയത്. ഒരിക്കലും ഇത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷനൊന്നുമല്ല, മറിച്ച് എനിക്കുണ്ടായ ഒരു മോശം അനുഭവം ഇത് കാണുന്ന ആർക്കും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് വസ്തുക്കൾ ഇതേപോലെ വാങ്ങുന്നുണ്ട്. അതിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഒറിജിനൽ ഏത് ഫേക്ക് ഏത് എന്നൊന്നും. അതുകൊണ്ട് ഒന്ന് എല്ലാവരും അവെയർ ആയിരിക്കാൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമായെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കല്ലേ. താങ്ക് യു.